ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വലിയ അബദ്ധം പറ്റി കേട്ടോ. ഇന്നലെ ഞാൻ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ സാരി കാണിച്ചില്ലേ, അത് എല്ലാം സോൾഡ് ഔട്ടായി വീഡിയോയിൽ. ആക്ച്വലി നാളെയാണ് ഫോട്ടോഷൂട്ട്, അതായത് ശനിയാഴ്ചയാണ് ഫോട്ടോഷൂട്ട്. ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഇന്നാണ് ഫോട്ടോഷൂട്ട്. ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തു നമ്മുടെ സാരികളൊക്കെ കാണിച്ചിട്ട്. അതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടോ. അതിൻ്റെ എല്ലാ പീസും 3-4 സാരി, 2 സാരി ഞാൻ കാണിച്ചില്ല, അതിൻ്റെ എല്ലാ പീസും സോൾഡ് ഔട്ടായി. ഇനി നമുക്ക് ആകെ ഓണം സാരി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ 2 സാരികളാണ്. കാരണം ഇനി സ്റ്റോക്ക് എടുക്കുന്നില്ല. ഓണത്തിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി നമ്മൾ സ്റ്റോക്ക് എടുത്താൽ നമുക്ക് ഓണം സാരി ആയതുകൊണ്ട് ഓണം സീസൺ, വിഷു സീസൺ അതിനൊക്കെയല്ലേ പോകത്തുള്ളൂ. മറ്റുള്ള സാരികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓണം സാരികൾ ഇതേ ഉള്ളൂ. ഇത് ഇതേ സുംഗടി സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൂ ആണ്. അതിൻ്റെ സാരി വന്നിട്ട് ഇതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഈ സാരിക്ക് ഈ ഒരു ബ്ലൗസ് തന്നെയാണ് മാച്ച് കേട്ടോ. ഇതിന് വേറെ ബ്ലൗസ് ഇട്ടാലും മാച്ച് ആവില്ല. അപ്പോൾ ഇത് ഓണം ഷൂട്ടിന് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് എനിക്ക് നാളത്തെ ഷൂട്ടിന് ഇതിപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടത്തില്ലല്ലോ, പ്രത്യേകിച്ച് ഈ സീസണിൽ കിട്ടത്തില്ല. അപ്പോൾ ഇത് പെയിൻറ്റിംഗ് ആണ്. വേറെ ബ്ലൗസ് പെയർ ചെയ്താൽ കൊള്ളാവോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് ആ ബ്ലൗസ് തന്നെയാണ് മാച്ച്. ഇത് മഹേശ്വരി കോട്ടൺ ആട്ടോ. ഇതിൻ്റെ ഒരുപാട് പീസ് എടുത്ത് ഭയങ്കര ഡിമാൻഡുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സാരി ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അയ്യോ സാരികളെല്ലാം പോയല്ലോ, നാളെ ഷൂട്ടിന് ഞാൻ ഏത് സാരി ഉടുക്കും, ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഈ സുങ്കിടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ബ്ലൗസ് പെയർ ചെയ്യാം, ആ പെയർ ചെയ്താൽ അത്രയും ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന് ഒന്ന് അരിച്ചപ്പോഴാണ് അയ്യോ മഹേശ്വരി കോട്ടണിൽ ഇത് ഓണത്തിന് വേണ്ടി ഞാൻ എടുത്തതാട്ടോ. ചിലർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള സാരി വേണം, അതിന് വേണ്ടിയിട്ട് മഹേശ്വരി കോട്ടൺ സാരിയിൽ വരുന്ന ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാട്ടോ, പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. ബോഡി ഫുൾ നമ്മുടെ ബൂട്ടോ വർക്കൊക്കെ വരുന്ന നല്ലൊരു കിടിലം സാരി കേട്ടോ. ഞാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി ഇത് സോൾഡ് ഔട്ട് ആയെന്നാണ് കരുതി. കുറേ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഒക്കെ പോയി, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൗസാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പോത്തീസിൽ ബ്ലൗസ് വാങ്ങാൻ പോയപ്പോൾ ഈ ഒരു ബ്ലൗസ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഒന്നിനോടും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പ്യോർ വൈറ്റ് ആണ്, ഇതും പ്യോർ വൈറ്റ് ആണ്. അപ്പോൾ ഈ എല്ലാ സാരികളും ഒരു ഓഫ് വൈറ്റ്, ക്രീം കളറൊക്കെയാണ്. ഇതിനൊന്നും മാച്ച് ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ സാരി നാളെ ഉടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നതും അതിനൊപ്പം ഈ ബ്ലൗസ് പെയർ ചെയ്യാമെന്നും പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സാരികളായിട്ട് ഈ 2 പാറ്റേണിലുള്ള മഹേശ്വരി കോട്ടണും ഈ സുങ്കിടി കോട്ടൺ വിത്ത് ഈ ബ്ലൂ ബ്ലൗസിൻ്റെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ബ്ലൗസ് പീസും നമുക്ക് സോൾഡ് ഔട്ട് ആണ്. ഇതും ഉടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ബ്ലൗസ് വരുമ്പോഴാണ് എൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ അറിയുന്നത്. പക്ഷെ പെട്ടെന്ന് തച്ച് കിട്ടാത്തത് കൊണ്ട് ഇതിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ഞാൻ വേണമെങ്കിൽ 1-2 സാരി കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ സോൾഡ് ഔട്ടായി ഓൾറെഡി. ബാക്കിയെല്ലാം രാവിലെ 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ആയപ്പോൾ ടപ്പടപ്പടപ്പടേ എന്ന് പറഞ്ഞിട്ട് കുറേ ഓർഡേഴ്സ് വന്ന് ഇന്നലെ കാണിച്ച സാരികളെല്ലാം പോയി. അതിൽ ഒരു പീസ് ബാക്കി ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും ഇതും സോൾഡ് ഔട്ടായി. അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ മെറ്റീരിയൽ വേറെ ഓർഡേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് സാരി കാണിക്കാം? ഞാനൊരു ഓറഞ്ചും ബ്ലാക്കും സിൽവർ സരി ബോർഡറും വരുന്നത് കാണിക്കട്ടെ. നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. എനിക്ക് ഈ സിൽവർ സരി ബോർഡർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് സാരി. മയിൽ ബൂട്ടാ വർക്ക് വരുന്നുണ്ട്, സിൽവർ സരിയിലാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു വന്നിട്ട് കല്യാണി കോട്ടനാണ്. കല്യാണി കോട്ടണിൽ എപ്പോഴും ഈ പല്ലുവാണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് വരുന്നത്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. പ്ലെയിൻ ബ്ലാക്കിൽ സരി ബോർഡർ വരുന്ന ബ്ലൗസാട്ടോ. ഓറഞ്ച് കളറിലാണ് വരുന്നത്. അതിൻ്റെ തന്നെ ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മജന്ത കളർ വരുന്നുണ്ട്. സെയിം തന്നെയാണ്, മജന്ത കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ദെൻ സിൽവർ സെറി ബോർഡറിൽ വരുന്ന റെഡ്, ഇതെപ്പോഴും നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള സാരിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഫുൾ വസ്ത്രയുടെ പ്രൊമോഷൻ ആയിപ്പോയല്ലേ, സോറി ഗൈസ്. എന്തെന്നോ എനിക്ക് മറ്റേ സാരി പോയപ്പോഴും ഞാൻ അതല്ലേ നിങ്ങൾ ഉടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത്. പക്ഷെ അത് പോയപ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, അങ്ങനെ അറിയിച്ചു. അത് ഞാൻ ഇന്നാണ് ഫോട്ടോഷൂട്ടെന്നും പറഞ്ഞാണ് ഇട്ടത് കേട്ടോ. പക്ഷേ മാറിപ്പോയി, ദിവസം മാറിപ്പോയി. അപ്പം നമുക്ക് വന്നത് നമ്മൾ അയ്യോ ഞാൻ ഫോട്ടോഷൂട്ടിന് വേണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓർഡർ വന്നത് നമ്മൾ കൊടുത്തു. അപ്പോൾ വേദ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. വേദയ്ക്ക് എന്ത് കൊടുക്കാം സ്കൂളിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു നോക്കാം. വേദ വന്നു. ഏട്ടൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടനുമായിട്ട് കുസ്തി പിടിക്കാൻ പോവുകയാണ്. അച്ഛനും മോളും കൂടെ ഭയങ്കര കൂട്ടും കളിയും അടിയും പിടിയും കേട്ടോ. എന്നോട് ഈ വേലത്തിലൊന്നും ഇറക്കാൻ വരത്തില്ല. എനിക്ക് ശക്കലം ഒന്ന് ദേഹം വേദനിച്ചാൽ ഞാൻ അപ്പം ഒന്ന് നോക്കി പേടിപ്പിക്കും കേട്ടോ. പിന്നെ വേദൻ്റെ അടുത്ത് വരില്ല. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല, അവൾ വേദനിപ്പിക്കുന്നതിനനുസരിച്ച് കൂടെ നിന്ന് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര, അവളുടെ കളിപ്പിള്ളയാണ് ഏട്ടൻ. ഏട്ടൻ മിണ്ടാതെ നിൽക്കും. അവൾ ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. ഞാൻ വേദ വന്ന ശേഷമാണ്
വീഡിയോ എടുക്കാനായിട്ട് കയറിയത്. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും പാലിൽ കുറച്ച് പഴവും ഐസ് ക്യൂബ്സും കപ്പലിൻ്റെയൊക്കെ ഇട്ട് അവൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. മുന്നേ വേദ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരമൊന്നും ഭക്ഷണം കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിക്കും. അവൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ വലിയ കുട്ടിയായി വരെയല്ലേ, അപ്പം വിശപ്പും ദാഹമൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. പുട്ടൊന്നും പണ്ട് ഇവിടെ എന്നും വൈകുന്നേരം പുട്ടല്ലേ, അവൾ പണ്ട് പുട്ടൊന്നും കഴിക്കില്ലായിരുന്നു. പുട്ടും മീൻകറിയൊക്കെ വെച്ചാലൊക്കെ കഴിക്കും. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ആൾ കുറച്ചൊന്ന് വണ്ണം വെച്ച പോലെ തോന്നുന്നുണ്ട്, നമുക്ക് സ്ഥിരം കാണുന്നത് കൊണ്ട് അറിയത്തില്ല. അങ്ങനെ വേദ എന്തൊക്കെയോ അടിച്ച് കലക്കി കുടിച്ച ശേഷം വേദയെ കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടിട്ട് ഞാനൊന്ന് രാമചന്ദ്ര വരെ വന്നു. ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഒരു ഔട്ട്ഫിറ്റ് സെറ്റായിട്ടില്ല ഇതുവരെയും. എനിക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല നാളത്തെ വേദയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒട്ടും തയ്ക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് തയ്ക്കാൻ കൊടുത്തപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഞാനൊരു ഷോള് കൂടി ഇട്ടിട്ടുള്ളൊരു ഇതാണ് നോക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇട്ടിട്ട് കൊള്ളാമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ലാതെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷോള്, ധാവണി ഷോള് പോലെ ഇങ്ങനെ നോക്കിയിട്ട് ഷോളൊന്നും ആ സെയിം കളറിന് മാച്ചായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ആകെ വിഷമത്തിലായി. ഞാൻ നേരെ രാമചന്ദ്രയിലാട്ടോ വന്നത്. രാമചന്ദ്രയിൽ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. എന്നാലൊരു മണ്ടത്തരം പറ്റി. ചാലയിലല്ല, പഴവങ്ങാടിയിൽ ആ സൂറത്തിലോ എവിടെയെങ്കിലും, എന്താ സൂറത്തെന്ന് അങ്ങനെ എന്താ പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അവിടെ എങ്ങാനും പോയിരുന്നെങ്കിൽ കിട്ടിയാനെ. പക്ഷെ ഞാനത് ഓർത്തില്ല, നേരെ ചെന്ന് രാമചന്ദ്രയിലാട്ടോ കയറിയത്. അവസാനം തേടി 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 ഏകദേശം ഓൾമോസ്റ്റ് സെയിം. അത് പക്ഷേ ഡ്യുവൽ കളറാട്ടോ, ഡബിൾ ബോർഡറാണ്. അതിൽ ഗോൾഡും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഓക്കെ മാച്ച് ആവുമായിരിക്കും എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. 300 രൂപ ആട്ടോ, 2.5 മീറ്റർ. അത് മാത്രം എടുത്തിട്ട്, തുണിയാണെങ്കിൽ വെറും പഴയ തുണി പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ആവശ്യം നമ്മുടേതല്ലേ, അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു. ഇത് നമുക്ക് ഒറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മൾക്കോട്ടൻ്റെ കാര്യം പറഞ്ഞാൽ, ആക്ച്വലി ഈ മൾക്കോട്ടൻ ഇത്ര ഡിമാൻഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. ഒരൊറ്റ നനപ്പം നനച്ചാൽ അതങ്ങ് ചീത്തയായി പോകും കേട്ടോ. വെറും പഴയ തുണി പോലെയാണ് ഈ മൾക്കോട്ടൻ ഇരിക്കുന്നത്. പക്ഷേ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. ഇപ്രാവശ്യം ഞാൻ എടുക്കണ്ടെന്ന് കരുതിയതാണ്. പക്ഷെ വീണ്ടും ഭയങ്കര ഡിമാൻഡ് വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ട്രെൻഡിങ് അല്ലേ, ഇപ്രാവശ്യം ട്രെൻഡിങ് ആയിരിക്കില്ല എന്ന് കരുതി. പക്ഷേ പ്രാവശ്യം ട്രെൻഡിങ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്രൈയിലും ബേബി ഹഗിലും ഒക്കെ കയറി കുഞ്ഞിക്ക് ഒരു ഓണം ഔട്ട്ഫിറ്റ് കൂടെ വാങ്ങാൻ കരുതി. ഫസ്റ്റ് ക്രൈയിൽ ഇല്ലേ ഇല്ല, ട്രഡീഷണൽ വെയർ ഇല്ലേ ഇല്ല. ബേബി ഹഗിൽ വന്നപ്പോൾ വളരെ കുറച്ച് പീസസ് മാത്രമേ കിടക്കുന്നുള്ളൂ. പക്ഷേ ലുലുവിൽ കഴിഞ്ഞ ദിവസം അവൾക്ക് എടുക്കാനായിട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീമ എന്ന് അപ്പോൾ വാങ്ങാത്തത് കുഞ്ഞിക്ക് നൂലുകെട്ടിന് ഒരുപാട് ഇതുപോലത്തെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് കിട്ടി. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം അവൾക്ക് ചെറുതായി പോയി കേട്ടോ. ഒന്നും ഇടാൻ പറ്റാത്തൊരിതായി. ഉള്ളത് പിന്നെ കുറച്ച് വലുതും. അപ്പോൾ പിന്നെ ഒരെണ്ണം വാങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് ലുലുവിൽ പോയപ്പോൾ വാങ്ങിയില്ല. ഇനി ലുലുവിൽ പോകുമ്പോൾ വാങ്ങാമെന്ന് കരുതി. എന്നിട്ട് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വന്ന വേദ ട്യൂഷന് വിളിക്കാനായിട്ട് ഞാൻ വന്ന് നിൽക്കുക കേട്ടോ. അവൾക്ക് 6 മണിക്കാണ് ട്യൂഷൻ കഴിയുന്നത്. 5 മണിക്ക് ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. വീട്ടിൽ പോയിട്ട് വരാമെന്ന് വെച്ചാൽ നമ്മൾ വീടെത്തുമ്പോഴേക്കും 5:15 പിന്നെ 5:45 പിന്നെ തിരിച്ചും വേദയെ വിളിക്കാൻ വരണം. പിന്നെ ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പിന് എന്തിനാണ് വീട്ടിൽ പോയിട്ട് വീണ്ടും വരുന്നതെന്ന് കരുതി. അപ്പോൾ ഏട്ടനോട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഏട്ടൻ വേറെ എവിടെയോ നിൽക്കുകയാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേദയും കൂടി വിളിച്ചിട്ട് പോകുന്നത്. ഫോൺ കയ്യിലിരിക്കുകയല്ലേ, അതും കുത്തി നിൽക്കാൻ മതി. അങ്ങനെ 1 മണിക്കൂർ അവിടെ നിന്ന് ഫോണിൽ കുത്തിക്കൊണ്ട് നിന്ന് കേട്ടോ. എന്നിട്ട് വേദയും വിളിച്ചിട്ട് അടുത്തുള്ള മാജിൻ ഫ്രീയിൽ കയറി. എന്തൊക്കെയോ ഇങ്ങനെ തിന്നാനായിട്ട് കൊതി വരുന്നുണ്ട്. ഞാൻ ചെന്ന് ആദ്യം ചക്കവറ്റലെടുത്തു. വേദയോട് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞപ്പോൾ വേദയ്ക്കൊന്നും വേണ്ട, വേദ ഡയറ്റ് ആണെന്ന് തോന്നുന്നു, വണ്ണം വെച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം. വണ്ണം വെക്കാനുള്ള മെയിൻ തിങ് വേറൊന്നുമല്ല, അവൾ എക്സസൈസ് ഇല്ല. മറ്റത് ആഴ്ചയിൽ 2 ദിവസം ഉച്ച മുതൽ വൈകുന്നേരം വരെ ഡാൻസ് പ്രാക്ടീസ് ഒരു മുടക്കവും ഇല്ലാണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ പോലും അവൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിനി പതിയെ എല്ലാം ബാക്ക് ടു കൊണ്ടുവരണം. എനിക്കും ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇനി പഴയതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മാർജിൻ ഫ്രീ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. സാധാരണഗതിയിൽ വേദ എടുക്കേണ്ടതാണ്, പക്ഷെ വേദ ഒന്നും എടുത്തില്ല കേട്ടോ. വൈകുന്നേരം ആയാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു ത്വരയാണ് കേട്ടോ ഇങ്ങനെ. ഇത് ഇന്നലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ ആപ്പിളാണ് കേട്ടോ. എന്ന് വാങ്ങിച്ച് വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഈ ആപ്പിളിൻ്റെ മുകളിലൊരു വാക്സ് പോലൊരു സാധനമുണ്ട്. ആ സാധനം ആപ്പിളിനെ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം ഒരുപാട് നാളായി, എനിക്ക് ഓർമ്മ പോലും വരുന്നില്ല കേടായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കരുതി ആപ്പിൾ ഷേക്ക് അടിക്കാം എന്നേരി. വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലും ഇങ്ങനെ തണുത്തത് കുടിക്കാം ഇങ്ങനെ വരും. അപ്പം ഇതുപോലെ മിക്കവാറും ഈസി കോൾഡ് കോഫിയാണ്. കുറച്ച് പാലും കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് കോഫി പൗഡറും കുറച്ച് ഷുഗറും കൂടി ഇടുമ്പോൾ കോൾഡ് കോഫി റെഡി. ഇതിപ്പോൾ ആപ്പിള് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയത് കൊണ്ട് ഞാൻ കരുതി ഇന്ന് ആപ്പിൾ ഷേക്ക് അടിക്കാമെന്ന് കരുതി. അതൊന്നും കേടായില്ല കേട്ടോ. പുറം അവിടെ മാത്രം കുറച്ച് കേടായി.
എത്ര നാളായെന്നറിയോ? ശോ! ഞാന് അത് കഴിച്ചിട്ട് പിന്നെ കഴിഞ്ഞൂന്ന് കരുതി. പക്ഷെ ഇന്നലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോഴാണ് നമ്മുടെ ആടിയിറച്ചി വരെയല്ലേ, മീൻസ് ചിങ്ങം 1 ആവുന്നതിന് മുന്നേ നമ്മള് വൃത്തിയാക്കിയൊക്കെ വെക്കില്ലേ? അപ്പൊ അതിനോടനുബന്ധിച്ച് ഞാന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതാണ്. അപ്പൊ കിട്ടിയതാട്ടോ ആപ്പിള്. അപ്പൊ ചെറിയൊരു ആപ്പിൾ ഷേക്ക് അടിക്കാന്ന് കരുതി. എന്നോടൊപ്പം വാങ്ങിച്ച ആപ്പിളെല്ലാം ഇതുപോലെ ഷേക്ക് അടിച്ച് തന്നെ കുടിച്ചത്. കുറച്ച് പാല്. ഇവിടെ ഇപ്പൊ 1/2 ലിറ്റർ പാല് വാങ്ങിക്കും. പാല് ഫുള്ള് ഞാൻ തന്നെ കുടിച്ച് തീർക്കുന്ന. ചായ ഇട്ടും. ചായ കുടിക്കാത്ത ഞാനിപ്പോ ചായ ഇല്ലാതെ എനിക്ക് പറ്റില്ല വൈകുന്നേരം ആകുമ്പോ. പാല്, ആപ്പിള് കഴുകി കേട്ടോ. കഴുകിയില്ല അയ്യേ എന്ന് പറയരുത്. ഇതെന്റെ ഷുഗർ. ഷുഗർ മാത്രമേ ഇതുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഡയറ്റ് ഒന്നും ഇല്ല. മിക്സിയുടെ ചാറിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് കൊണ്ട് ഇടാതെ എങ്കിലേ കൊള്ളാവും. ഒപ്പം നമുക്ക് സിനമൺ പൗഡർ ഇല്ലാത്തതുകൊണ്ട് സിനമൺ തന്നെ ഇടാം. പട്ട ഒരു നുള്ളു കേട്ടോ. പട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഇടാവേ. ഡേറ്റ്സ് ഇല്ല, എനിക്ക് ദാഹിച്ചിട്ട് പാടില്ല. ഇനി ഇത് കഴുകുന്ന കാര്യമാണ് പാട്. അതാലോചിക്കുമ്പോഴാണ് ചായ കുടിക്കാനും തോന്നൂല, ജ്യൂസ് കുടിക്കാനും തോന്നൂല, ഒന്നും തോന്നൂല. കൊള്ളാം. ഇനി ഇത് ക്ലീൻ ചെയ്യണം. പാലിരുന്ന പാത്രം കഴുകണം, മിക്സിയുടെ ജാറ് കഴുകണം. ഇതൊക്കെയാണ് പാട്. വൈകിട്ട് ഇന്ന് ദോശയും സാമ്പാറുമാണേ. ഇന്ന് ഞാൻ സാമ്പാർ വെച്ചിട്ട് ഉച്ചയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങി. ദോശയിൽ ലേശം വെള്ളം കൂടിപ്പോയി. വെള്ളം ഒഴിച്ചപ്പോഴേ കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ലല്ലേ, ഞാനല്ലേ തിന്നണല്ലേ. പിന്നെ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് പോയി കിടന്ന് ഫോണൊക്കെ കണ്ട് ഇവിടുന്ന് ഷൂന്ന് പറഞ്ഞൊരു ശബ്ദം വരണേ. ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടാണ് പോയത്. കുറേ സമയം കൊണ്ട് കേൾക്കണേ. ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ നല്ല സാമ്പാറിന്റെ മണവും വരണം. എന്നിട്ടും ഓർക്കില്ല. കുറെ കഴിഞ്ഞാൽ അയ്യോ സാമ്പാർ അടുപ്പത്ത് വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് വന്ന് ഓഫ് ചെയ്തത്. ഭാഗ്യത്തിന് അടി പിടിച്ചില്ല. പക്ഷെ വെള്ളമെല്ലാം വറ്റി അൽവ പോലെ ആയി സാമ്പാർ. വെള്ളം കൂടി ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ അരച്ച മാവല്ല, പുറത്തുനിന്ന് വാങ്ങിയ മാവാണ്. മാവ് അരയ്ക്കാനൊന്നും സമയം കിട്ടുന്നില്ല. കല്ല് ചൂടായിപ്പോയി. ഗീ ഒഴിക്കണോ? കൊളസ്ട്രോൾ. ഗീ നല്ല ഫാറ്റാണ്. നമുക്ക് പലർക്കും ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഗീ കഴിച്ചാൽ പ്രശ്നമാണെന്ന്. അല്ല, ഗീ ഗുഡ് ഫാറ്റാണ്. നെയ്യ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഫോൺ വന്ന് കളഞ്ഞിട്ട് പോയി. ഇനി ദോശ മറിച്ചിട്ടാലേ നെയ്യ് ഒഴിക്കാൻ പറ്റും. ആ നെയ്യ് ഒഴിക്കണ വീഡിയോ എടുക്കാനാണ്. മീൻ പൊരിച്ചതുണ്ട്, അത് ഞാൻ മറന്നു കേട്ടോ. നല്ല മത്തി പൊരിച്ചതുണ്ട്, മത്തി വറുത്തത്. വേദ ഡയറ്റ് ചുമ്മാ വണ്ണം വെച്ചെന്നും പറഞ്ഞുകൊണ്ട്. ഡയറ്റ് ഒന്നുമില്ല, അവൾക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരമായതുകൊണ്ട് അവള് ഡയറ്റ്. ഇഷ്ടപ്പെട്ട ആഹാരമാണെങ്കിൽ ഡയറ്റ് ഒന്നുമില്ല. ഒരു ഷവർമയോ അൽഫാമോ ഒക്കെ വാങ്ങിച്ചു വെച്ച് കൊടുത്തൊക്കെ ഡയറ്റും കാണൂല, ഒന്നും കാണൂല. ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഗീ ഒഴിക്കാം. ഗീ ഒഴിക്കുന്ന വീഡിയോയോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഓണം ഇനി വന്നു കേട്ടോ. ഇനി ഒരാഴ്ച കൂടെ ഓണമുള്ളൂ. എല്ലാവരും ഓണം ഒരുക്കങ്ങളൊക്കെ എന്തായി? എനിക്ക് ഓണം തിരുപ്പതി ഭഗവാനോടൊപ്പമാണ് എല്ലാ വർഷവും. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും പോയി ഭഗവാനെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ പോകും. ഡ്രസ്സ് എടുക്കാനില്ല കേട്ടോ, ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ. ഇവിടെ ഹംപിയിൽ പോകണം. വേദയ്ക്ക് ഹംപി പഠിക്കാനുണ്ട് ഈ വർഷം. അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ച് നീ വരുന്നോടി നമ്മളോടൊപ്പം? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിന്നെയും കൊണ്ടേ നമ്മൾ പോവും. അങ്ങനെ ഇപ്പം നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകണില്ല എന്ന് പറഞ്ഞു. വെങ്കടൻ എന്തായാലും പോകും, നിനക്ക് എവിടെയെങ്കിലും പോവാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചപ്പോൾ ഹംപി പോണം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴ് ഹംപി കർണാടകയിലല്ലേ, ടൈം ഉണ്ടെങ്കിൽ ഹംപി പോണം. മെയിനായിട്ട് ബാംഗ്ലൂരോ ഹൈദരാബാദോ പോവാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഹൈദരാബാദ് വഴിയൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവിടെ ചാർമിനാറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ചാർമിനാറൊക്കെ കാണണമെന്നൊരാഗ്രഹം. ഞാൻ ബാംഗ്ലൂരും
നമ്മളെപ്പോൾ പോയാലും ഒരു സമാധാനത്തോടുള്ള ഒരു സ്റ്റേ ഒരിക്കലും ഇല്ല. പോകും ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കും വരും. ബിസിനസ് പർപ്പസിനാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും ഓഫ് കോഴ്സ്. 10 ദിവസം ഏതൊക്കെ അവധി ഉണ്ടാവും. ട്യൂഷനും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ പോവും, തിരുപ്പതി പോവും. പോയിട്ട് ഓസ്ട്രേലിയ നമ്മൾ ഹ്യൂജ് കളക്ഷനൊക്കെ എടുക്കാനായിട്ട് നമ്മൾ അങ്ങ് പോവും. സൂറത്ത് പോവും, മഹാരാഷ്ട്ര പോവും, മധ്യപ്രദേശ് പോവും, തെലുങ്കാന പോവും. അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും സാമ്പാറോ ഫെയിന് സാമ്പാറിട്ട് തിളപ്പിച്ച കരിയും. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. നാളെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, ഓണം ഫോട്ടോഷൂട്ട്. ഞാൻ ഇന്ന് ബ്ലൗസൊക്കെ നോക്കി പോയിട്ടൊന്നും അവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഉള്ള ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് എഴുതി. ഓണം ഫോട്ടോഷൂട്ട്, ടീന വരും, ടെസി വരും. അതൊക്കെയാണ് നാളത്തെ വിശേഷം. അപ്പോൾ എന്തായാലും നാളെ ഫോട്ടോഷൂട്ട് വിശേഷമായിട്ട് കാണാം. ടാറ്റാ ബൈ.